Hello everyone. നമ്മളിവിടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ KTUൻ്റെ 2024 സ്കീം പ്രകാരം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസിലെ സെക്കൻഡ് സെമസ്റ്ററിലാണ് ഈ പേപ്പർ വരുന്നത്. നിങ്ങൾക്ക് കാണാം കോഴ്സ് കോഡ് PCCST205. അപ്പോൾ ഇതൊരു തിയറി പേപ്പറാണ്, അത് മാത്രമല്ല ഇതൊരു കോർ പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റാണ്. So let's begin our journey of discrete mathematics, and I'll try my level best to make your journey easier. So let's begin. ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് 4ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്, മൊഡ്യൂൾ 4 ഗ്രൂപ്പ് തിയറി. സോ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് തിയറിയുടെ അപ്ലിക്കേഷൻസ് വരുന്നത് ക്രിപ്റ്റോഗ്രഫി, കോഡിംഗ് തിയറി, ഓട്ടോമേറ്റ തിയറി, ഈ മേഖലകളിലൊക്കെയാണ് ഗ്രൂപ്പ് തിയറിയുടെ അപ്ലിക്കേഷൻസ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആൻഡ് അബീലിയൻ ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പിന്റെ ബേസിക് ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, എലമെന്ററി പ്രോപ്പർട്ടീസ് ആൻഡ് അബീലിയൻ ഗ്രൂപ്പ്. ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ആദ്യത്തെ 2 വീഡിയോസിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. ബിഫോർ മൂവിങ് ഇൻ ടു ദ മെയിൻ ഡെഫിനിഷൻ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. ഇൻട്രൊഡക്ഷൻ. A binary operation on a set A is a function from A cross A to A. അപ്പോൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ അത് എവിടെ നിന്ന് എവിടേക്കാണ് മാപ്പ് ചെയ്തേണ്ടത്? എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്രോസ് എ എന്ന് പറയുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിലത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയേഴ്സ് ആണ്. എയിലും ഇതുപോലെ കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എ ക്രോസ് എയിലെ ഓർഡേർഡ് പെയേഴ്സിനെ എയിലെ എലമെന്റ്സ് ആയിട്ട് മാപ്പ് ചെയ്യുന്ന ഒരു തരം ഫംഗ്ഷൻ ആണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദ ഡെഫിനിഷൻ ഇസ് ക്ലിയർ. ആൻഡ് അടുത്തത് എന്താണ് ഒരു ഓൾജിബ്രായിക് സിസ്റ്റം എന്നതാണ് അതിൽ പറയുന്നത്. An algebraic system is a mathematical structure consisting of a set and one or more operations defined on that set. അതായത് ഒരു സെറ്റ്, ആ സെറ്റിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എ സെറ്റ് ടുഗെദർ വിത്ത് ഓപ്പറേഷൻ ദാറ്റ് ഇസ് ഡിഫൈൻഡ് ഓൺ ഇറ്റ്, അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ, അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സെറ്റ് ടുഗെദർ വിത്ത് ദി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ഇറ്റ്, അതിനെയാണ്, അത്തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ് നമ്മുടെ ഓൾജിബ്രായിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, ഗ്രൂപ്പ് തിയറിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഡെഫിനിഷൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് അനായാസം ചെയ്യാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് ലുക്ക്. ലെറ്റ് G be the non-empty set and star be a binary operation such that G star is an algebraic system. Then G star is called a dash if the following conditions are satisfied. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. G എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്, ആൻഡ് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ ആണ് സ്റ്റാർ. അപ്പൊ നമ്മുടെ G star എന്ന് പറയുന്നത് എ സെറ്റ് ടുഗെദർ വിത്ത് ദ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ഇറ്റ് സ്റ്റാർ. അപ്പോൾ G star എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓൾജിബ്രായിക് സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനനുസരിച്ച് നമുക്ക് ഈ ഓൾജിബ്രായിക് സിസ്റ്റത്തിനെ പല പേരിട്ട് വിളിക്കാനായിട്ട് പറ്റും. ഈ 5 പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. അതിൽ ആദ്യത്തെ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾജിബ്രായിക് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സെമി ഗ്രൂപ്പ്. ആൻഡ് ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓൾജിബ്രായിക് സിസ്റ്റത്തിനെ നമ്മൾ മോണോയിഡ് എന്ന് പറയും. ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾജിബ്രായിക് സിസ്റ്റത്തിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആൻഡ് if all the 5 പ്രോപ്പർട്ടീസ് ആർ സാറ്റിസ്ഫൈഡ്, അതിനെയാണ് അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുക. അപ്പൊ ഇതിൽ സെമി ഗ്രൂപ്പും മോണോയിഡും ആക്ച്വലി നമ്മുടെ സിലബസിൽ പ്രകാരം മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അത് എളുപ്പമായതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രൂപ്പിലും അബീലിയൻ ഗ്രൂപ്പിലുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സോ
ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത സെമി ഗ്രൂപ്പ്, ആദ്യത്തെ 3 സാറ്റിസ്ഫൈ ചെയ്ത മൊണോയിഡ്, ആദ്യത്തെ 4 സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഗ്രൂപ്പ്, ആൻഡ് ഓൾ ദ 5 ആദ്യത്തെ 5 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾജിബ്രായിക് സിസ്റ്റത്തിനെയാണ് അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. ബിക്കോസ് കണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡെഫിനിഷൻസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് കാര്യമായിട്ട് നോക്കി പോവാം. ആൻഡ് ഇനി നമുക്ക് ആ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ഈ എന്തൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോഷർ പ്രോപ്പർട്ടി. ഇഫ് എ ബി ബിലോങ്സ് ടു ജി, ദെൻ എ സ്റ്റാർ ബി ബിലോങ്സ് ടു ജി. അപ്പൊ ജിയിലെ 2 എലമെന്റ്സ് എടുത്തു, സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ എയിലും ബിയിലും ചെയ്തതിന് ശേഷം കിട്ടുന്ന ഉത്തരവും ജിയിലെ എലമെന്റ് തന്നെയാണ് എങ്കിൽ നമുക്ക് പറയാം ജി ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ, അഥവാ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റും. രണ്ടാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇഫ് എ ബി സി ബിലോങ്സ് ടു ജി, അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് മൂന്നാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. അതായത് ജി എന്ന സെറ്റിൽ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഇ ഉണ്ട് എന്ന് വിചാരിക്കുക. യൂഷ്വലി ഇ ആണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ. സോ let there be an identity element E belongs to G. അങ്ങനെയാണെങ്കിൽ for any element A belongs to G, A star E is equal to A is equal to E star A. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ ഏതൊരു എലമെന്റ് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ആ എലമെന്റ് തന്നെ ഉത്തരമായിട്ട് കിട്ടും. അത്തരത്തിലുള്ള എലമെന്റിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുക. സോ if any element is operated together with the identity element, then we get the same element itself. അതാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Fourth one, existence of inverse element. For each A belongs to G, there exists A inverse belongs to G such that A star A inverse is equal to E, which is equal to A inverse star E. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏതെങ്കിലും ജിയിലെ 2 എലമെന്റ്സ് എടുത്തു, ആ 2 എലമെന്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നു എങ്കിൽ നമുക്ക് പറയാം ആ എലമെന്റ്സ് പരസ്പരം അവരുടെ ഇൻവേഴ്സുകളാണ്. അതായത് എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്, തിരിച്ച് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് ഇൻവേഴ്സ്. അതായത് 2 എലമെന്റ്സ് അവർ പരസ്പരം ഇൻവേഴ്സുകളാണെങ്കിൽ അവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആണ് ലഭിക്കുക. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അതായത് ഇഫ് എ ബി ബിലോങ്സ് ടു ജി, അങ്ങനെയാണെങ്കിൽ then A star B is equal to B star A. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ 5 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ we call it an abelian group or a commutative group. First 4 properties സാറ്റിസ്ഫൈ ചെയ്താൽ we call it as a group. അപ്പൊ അത് രണ്ടും പ്രത്യേകം ഓർത്തു വയ്ക്കാം. ആൻഡ് ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ ഫുൾ പ്രോബ്ലംസും ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും ഇതിന്റെ പ്രോബ്ലംസും ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ഒരു തിയറമാണ്. ഫോർ എവറി ഗ്രൂപ്പ് ജി, identity element of G is unique. The inverse of each element of G is unique. ഏതൊരു ഗ്രൂപ്പ് ജി എടുത്താലും അവിടെയുള്ള ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആണ്. അതേപോലെ ഓരോ എലമെന്റിന്റെയും ഇൻവേഴ്സും യുണീക്ക് ആയിരിക്കും. അതാണ് തിയറത്തിൽ പറയുന്നത്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പൊ യുണീക്ക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എയിലും ബിയിലും അതെ 2 പാർട്ടിലും യുണീക്ക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രൂഫിന്റെ മെത്തേഡ് ഇതാണ്. യുണീക്ക് അല്ല, 2 ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ എലമെന്റിനും 2 ഇൻവേഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടും. ദെയർഫോർ 2 എണ്ണം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, യുണീക്ക് ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് എ പാർട്ട് പ്രൂവ് ചെയ്യാം. അതായത് the identity element of G is unique. ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആണ് എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം വിചാരിക്കുന്നു ജിക്ക് 2 ഐഡന്റിറ്റി എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം.
assume that E1 and E2 are the two identity elements of group G. അപ്പോൾ E1 ഉം E2 ആണ് രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ്. ഇനി let E1 be the identity element and E2 belongs to G. അപ്പോൾ നമ്മൾ വിചാരിച്ചു E1 ഉം E2 രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ് ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ E1 ഐഡന്റിറ്റി എലമെന്റും E2 ജിയിലെ ഏതോ ഒരു മെമ്പറും ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റിയുടെ ലോ പ്രകാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ഡെഫിനിഷൻ. ഐഡന്റിറ്റിയുടെ ലോ പ്രകാരം E1 E2 is equal to നമുക്ക് എന്താ കിട്ടുക, ആ എലമെന്റ് തന്നെ കിട്ടണം, അതായത് E2 തന്നെ കിട്ടും, which is equal to E2 E1. by the definition of identity നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ let E2 be the identity element. Let E2 be the identity element and E1 belongs to G. അതായത് E2 ആണ് ജിന്റെ ഐഡന്റിറ്റി എലമെന്റ്, E1 ജിയിലെ വേറെ ഏതൊരു എലമെന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിമിലർലി ബൈ ദ ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബൈ ദ ഡെഫിനിഷൻ E2 E1 which is equal to E1 which is equal to E1 E2 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ E2 ആണ് ഐഡന്റിറ്റി എലമെന്റ്, E1 ജിയിലത്തെ വെറും ഒരു മെമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 1 ഉം 2 ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ശരിക്കും കിട്ടുന്നത്? E1 E2 is equal to E2 is equal to E2 E1. ഇവിടെ E2 E1 is equal to E1 is equal to E1 E2. അതായത് from 1 and 2 നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സും ആക്ച്വലി 1 and the same തന്നെയാണ്. E1 ഐഡന്റിറ്റി ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്താലും E2 ഐഡന്റിറ്റി ആയിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ആക്ച്വലി സെയിം തന്നെയാണ്. അതായത് E1 ഉം E2 ഉം ഈക്വൽ ആണ് എന്നതാണ് അതിന്റെ അർത്ഥം. which implies E1 is equal to E2. therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം the identity element of G അല്ലെങ്കിൽ in any group G is unique. അങ്ങനെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് നിങ്ങളുടെ എ പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് കിടക്കാം. ബി പാർട്ടിന്റെ പ്രൂഫാണ് ഇനി നോക്കാൻ പോകുന്നത്. ബി പാർട്ട് നോക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻവേഴ്സ് യുണീക്ക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലെറ്റ് എ ബിലോങ്സ് ടു ജി എന്നെടുത്തു. എ എന്ന് പറയുന്നത് ജിയിലെ ഏതോ ഒരു എലമെന്റ് ആയിട്ട് എടുത്തു. ആൻഡ് എയുടെ ഇൻവേഴ്സസ് ആണ്, രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് എ ബിലോങ്സ് ടു ജി ആൻഡ് സപ്പോസ് that B and C are the inverses of A എന്ന് വിചാരിക്കാം. അപ്പൊ എ ബിലോങ്സ് ടു ജി ആണ്, എക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ട്, ബിയും സിയും ആണ് എയുടെ ഇൻവേഴ്സസ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സിൻസ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആണ് ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി അതേപോലെ തന്നെ സിൻസ് സി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? എ സി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു സി എ എന്ന് എഴുതാനായിട്ട് പറ്റും. ബിക്കോസ് നമ്മൾ പറഞ്ഞു
ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആണ് ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലെറ്റ് ബി ഇസ് ഈക്വൽ ടു ഇ ബി എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എന്താണ്, എനി എലമെന്റ് ഓപ്പറേറ്റഡ് ടുഗെദർ വിത്ത് ഐഡന്റിറ്റി വി ഗെറ്റ് ദ സെയിം എലമെന്റ് ഇറ്റ്സെൽഫ് അല്ലെ. എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എ തന്നെയാണ് അല്ലെ. ഏതൊരു എലമെന്റും അതിന്റെ ഐഡന്റിറ്റിയുമായി, ആ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയുമായി ഓപ്പറേറ്റ് ചെയ്താൽ ആ എലമെന്റ് തന്നെയാണ് കിട്ടുക. therefore നിങ്ങൾക്ക് ബി ഇസ് ഈക്വൽ ടു ഇ ബി എന്ന് എഴുതാൻ പറ്റും. ഇനി ഫ്രം ഇക്വേഷൻ 2 E is equal to CA എന്ന് എഴുതിക്കൂടെ, പ്രശ്നമില്ലല്ലോ. സോ ഈ ഇക്ക് പകരം എന്തെഴുതുന്നു, CA ഇൻറ്റു ബി എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഇതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. സോ ഇതിനെ എങ്ങനെ എഴുതാം, C ഇൻറ്റു എ ബി എന്ന് എഴുതാൻ പറ്റും. G is a group and hence associative. Okay, which is equal to ഈ എ ബി എന്ന് വെച്ചാൽ എന്താണ്, എ ബി ഇസ് ഈക്വൽ ടു ഇ അല്ലേ. സോ ഇതിനെ നിങ്ങൾക്ക് സി ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. ഫ്രം ഇക്വേഷൻ 1 എ ബി ഇസ് ഈക്വൽ ടു ഇ ആണ്, അതുകൊണ്ട് ഈക്വൽ ടു സി ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരു എലമെന്റും ഐഡന്റിറ്റിയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ ആ എലമെന്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എനി എലമെന്റ് ഓപ്പറേറ്റഡ് ടുഗെദർ വിത്ത് ഐഡന്റിറ്റി വി ഗെറ്റ് ദ സെയിം എലമെന്റ് ഇറ്റ്സെൽഫ്. അപ്പൊ ഇതിന്ന് ഇപ്പൊ എന്താ കിട്ടിയേ, therefore ബി ഇസ് ഈക്വൽ ടു സി എന്നാണ് കിട്ടിയത്. ഈ ബിയും സിയും എന്തായിരുന്നു, എ ഒരു എലമെന്റും ആ എലമെന്റിന്റെ രണ്ട് ഇൻവേഴ്സുകളാണ് ബിയും സിയും എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. ബട്ട് ഇപ്പൊ നമുക്ക് കിട്ടി ബിയും സിയും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം എന്താ, എക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ഇൻവേഴ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒരേ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻവേഴ്സേ ഉള്ളൂ എന്നതാണ് അതിന്റെ അർത്ഥം. സോ therefore നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും എന്ത്, ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ജി is unique. ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ജി is unique എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു പീപ്പിൾ. നമ്മുടെ തിയറം കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എക്സസൈസിലേക്ക് നമുക്ക് കിടക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് ആർ പ്ലസ് ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ഓൾജിബ്രൈക് സ്ട്രക്ചർ ഇതാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതാണ് നമ്മുടെ സെറ്റ്. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂഷ്വൽ അഡീഷൻ. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ആർ പ്ലസ് ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ ആണിത്, അബീലിയൻ ഗ്രൂപ്പ് ആണിത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് ലെറ്റ് എ ആൻഡ് ബി ബിലോങ്സ് ടു ആർ, അതായത് നമ്മൾ രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തു, എയും ബിയും. ദെൻ ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. ദെൻ വാട്ട് അബൌട്ട് എ സ്റ്റാർ ബി? എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർ എന്ന ഓപ്പറേഷൻ എന്താണെന്ന് തന്നിട്ടുള്ളത്, അഡീഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. സോ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ഇവിടെ എ പ്ലസ് ബി ആണ്. ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് റിയൽ നമ്പർ തന്നെയല്ല കിട്ടാം. ആൻഡ് therefore a plus b belongs to R. So you can conclude R is closed under the operation plus. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. സോ അതിനു വേണ്ടിയിട്ട് ലെറ്റ് എ ബി ആൻഡ് സി ബിലോങ്സ് ടു ആർ. നമ്മൾ 3 റിയൽ നമ്പേഴ്സ് എടുത്തു, എ ബി ആൻഡ് സി. ഇനി നമുക്ക് നോക്കേണ്ടത് എ സ്റ്റാർ ബി സ്റ്റാർ സിയും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ എ സ്റ്റാർ ബി സ്റ്റാർ സിയും കണ്ടുപിടിക്കണം. ഇവിടെ അഡീഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്, യൂഷ്വൽ അഡീഷൻ. സോ ഇവിടെ എ സ്റ്റാർ ബി ഈ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി സ്റ്റാർ സി.
വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ഇത് എ പാർട്ട് എ പ്ലസ് ബി ചെയ്യണം. അതായത് നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് ആൻസർ കിട്ടുക. ഇനി അതേപോലെ ഇവിടെ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ബി പ്ലസ് സി എന്ന് വരും. ഇനി ഇത് എ പാർട്ട് ഇത് ബി പാർട്ട്. അപ്പൊ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ രണ്ടും ഈക്വൽ അല്ലേ? അതായത് therefore എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതായത് നമ്മുടെ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ അടുത്ത പാർട്ട് തേർഡ് വൺ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഐഡന്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ നമുക്ക് ഐഡന്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ for every A belongs to R, let E belongs to R such that A star E is equal to A. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഏതൊരു റിയൽ നമ്പർ എ എടുത്താലും ഇ എന്നതാണ് ഐഡന്റിറ്റി എന്ന് വിചാരിക്കുക. ഇ ആണ് ഐഡന്റിറ്റി എങ്കിൽ നമുക്ക് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ആൻഡ് ഇവിടുത്തെ എ സ്റ്റാർ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? ശരിക്കും അഡീഷൻ ആണ്. വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് ഇ ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടണം. അതിൻ്റെ അർത്ഥം ഇ ഇസ് ഈക്വൽ ടു എ മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് therefore ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരാണ്? ഐഡന്റിറ്റി എലമെന്റ് exists and identity element is equal to 0. ഇവിടുത്തെ ഐഡന്റിറ്റി ആരാണ്? 0 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരിക. ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി ഇൻവേഴ്സ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ് എ ബിലോങ്സ് ടു ആർ ആൻഡ് there exist b belongs to r such that a star b is equal to e. അല്ലെ, ഏതൊരു എലമെന്റ് എ എടുത്താലും ബി ആണ് ഇൻവേഴ്സ് എങ്കിൽ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഐഡന്റിറ്റി ആണ് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ആണ്. അതായത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടണം. ഇ എന്താ? നമ്മുടെ ഐഡന്റിറ്റി ഇ 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് എ. അതായത് ഇവിടെ എയുടെ ഇൻവേഴ്സ് എന്താ? മൈനസ് എ ആണ്. അതായത് ഇവിടുത്തെ ഇൻവേഴ്സ് എന്താ? ഫോർ എവരി എ ബിലോങ്സ് ടു ആർ there exist minus a belongs to r such that a plus minus a is equal to 0. അതായത് ഇവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ ആണ് ഇവിടുത്തെ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അബീലിയൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഫോർ എവരി എ ബി ബിലോങ്സ് ടു ആർ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി. അതിനെ ബി പ്ലസ് എ എഴുതിയാലും പ്രശ്നമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അതായത് എ പ്ലസ് ബി. therefore എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. therefore all the 5 properties are satisfied. hence you can conclude R plus is an abelian group എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് ജി ഇസ് അബീലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അപ്പൊ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചോദ്യം വരാം. അങ്ങനെ വന്നാലും സെയിം തന്നെയാണ്. Let A star be a group. Show that A star is an abelian group if and only if A square star B square is equal to A star B whole square for all A and B in A. അതായത് ഇതിൽ ആകെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡോട്ട് ആണ്, ഇംപ്ലൈഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡോട്ട് ആണ്. ഇവിടെ അത് സ്റ്റാർ ആയിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ വേറെ വ്യത്യാസം ഒന്നുമില്ല. ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും 2 പാർട്ടുകൾ ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതേപോലെ സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടും പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യുക. സോ നമുക്ക് നോക്കി നോക്കാം.
നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യുന്നത് ജി അബീലിയൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യും. സോ സപ്പോസ് ദാറ്റ് G is abelian. G abelian ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എ ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ജി അബീലിയൻ ആണ്, നമുക്ക് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയറിലേക്ക് എത്തിക്കണം. സോ സപ്പോസ് ദാറ്റ് ജി ഇസ് അബീലിയൻ ആൻഡ് എ ബി ഹോൾ സ്ക്വയർ, സാധാരണ എ ബി ഹോൾ സ്ക്വയർ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പർ ഇൻറ്റു ആ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ജി എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് അല്ലേ, അപ്പൊ അസോസിയേറ്റിവിറ്റി എന്തായാലും ഹോൾഡ് ചെയ്യുമല്ലോ. ദെയർഫോർ ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് എ ഇൻറ്റു ബി എ ഇൻറ്റു ബി, ബിക്കോസ് ജി ഇസ് അസോസിയേറ്റീവ്. which is equal to ഇതിനെ എങ്ങനെ എഴുതാം, ജി ഒരു വെറും ഒരു ഗ്രൂപ്പ് അല്ല, ജി ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ദെയർഫോർ ഇതിനെ എ ഇൻറ്റു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും. ജി ഇസ് അബീലിയൻ. അബീലിയൻ ആയതുകൊണ്ട് തന്നെ അവിടെ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റിയത്. വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ ഇവിടെ അസോസിയേറ്റീവ് ലോ പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, എ എ ഇൻറ്റു ബി ബി എന്ന് എഴുതാനായിട്ട് പറ്റും. വൈ? ബിക്കോസ് ജി ഇസ് അസോസിയേറ്റീവ്. വിച്ച് ഇസ് ഈക്വൽ ടു വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം, എ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതാം. ബിക്കോസ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നത്. സോ ദേ നമ്മൾ എത്തി. വി സപ്പോസ് ദാറ്റ് ജി ഇസ് അബീലിയൻ ആൻഡ് വി റീച്ച്ഡ് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a square b square. So first part നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. And for the second part, suppose that ab the whole square is equal to a square b square. ഈ ഭാഗം സപ്പോസ് ചെയ്യും. ഇനി ab the whole square നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ab into ab is equal to a into bb. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അസോസിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് അസോസിയേറ്റിവിറ്റി നമുക്ക് എ ഇൻറ്റു ബി എന്ന് എഴുതാം. ഇവിടെ അതെ എ ഇൻറ്റു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാം ബൈ ദ പ്രോപ്പർട്ടി ഓഫ് അസോസിയേറ്റിവിറ്റി. ആൻഡ് ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ നമുക്ക് ഈ പാർട്ടും ഈ എകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബി എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാം ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ. ആൻഡ് ഇവിടെ വീണ്ടും ബൈ റൈറ്റ് ക്യാൻസലേഷൻ ബി എ ഇസ് ഈക്വൽ ടു എ ബി എന്ന് എഴുതാം. അപ്പൊ ബി എ ഇസ് ഈക്വൽ ടു എ ബി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, therefore G is an abelian group എന്ന് കൺക്ലൂഡ് ചെയ്യാം. ബിക്കോസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ, therefore G is abelian. സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈസ് ആർ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ജസ്റ്റിഫൈഡ്? അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആർ വിത്ത് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ വിത്ത് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫോർ എവറി റിയൽ നമ്പർ എ ബി ബിലോങ്സ് ടു ആർ, എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്, എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണ്. So for every AB belongs to R, A star B is equal to A dot B. Product of two real numbers will always belongs to R. അല്ലേ? So therefore A dot B belongs to R. So closure property ഇവിടെ hold ചെയ്യുന്നുണ്ട്. And second one, associativity നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. For every ABC belongs to R,
what is A star B star C, which is equal to A dot B star C, which is equal to A dot B dot C എന്ന് കിട്ടും. അതേപോലെ തന്നെ what is A star B star C, which is equal to A star B dot C, which is equal to A dot B dot C. So നമുക്ക് ഇവിടെ കിട്ടി therefore A star B star C is equal to A star B star C. Therefore associative ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് നോക്കാം. For every A belongs to R, let E belongs to G such that, അപ്പൊ ഏതൊരു A എടുത്താലും റിയൽ നമ്പർ എടുത്താലും E ആണ് ഐഡന്റിറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഐഡന്റിറ്റി A star E is equal to, നമുക്ക് ആ എലമെന്റ് A തന്നെയാണ് കിട്ടേണ്ടത്. A star E is equal to A തന്നെ ആയിരിക്കണം. Which implies, ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, A dot E is equal to A, which implies E is equal to A by A, which is equal to 1. അതായത് ഇവിടത്തെ ഐഡന്റിറ്റി അഥവാ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ശരിയല്ലേ? ഏതൊരു എലമെന്റ് A ഇൻറ്റു 1 ചെയ്താൽ ആ എലമെന്റ് തന്നെയല്ലേ കിട്ടുക. Therefore 1 is the multiplicative identity. അപ്പൊ നമുക്ക് ഐഡന്റിറ്റിയും ലഭിച്ചു. ആൻഡ് ഫോർത്ത് വൺ നോക്കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. For every A belongs to R, let B belongs to R such that AB is equal to A star B is equal to E. അപ്പൊ B ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A star B is equal to നമുക്ക് E ആണ് കിട്ടേണ്ടത്. ഇവിടെ E എന്ന് പറയുന്നത് എന്താ, ഐഡന്റിറ്റി 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ therefore A star B is equal to 1. അതിന്റെ അർത്ഥം A dot B is equal to 1, which implies inverse B എന്ന് പറയുന്നത് 1 by A ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല, എന്നാലല്ലേ ഇത് ഡിഫൈൻ ആവുള്ളൂ. സോ A not equal to 0. അപ്പൊ ഏതൊരു എലമെന്റ് A എടുത്താലും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. B is equal to 1 by A ആണ് അതിന്റെ ഇൻവേഴ്സ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ റിയൽ നമ്പറിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യോ? വാട്ട് അബൌട്ട് when A is equal to 0, what about 1 by A, which is 1 by 0? അങ്ങനെ ഉണ്ടാവോ? Is that possible? അപ്പോൾ ഇത് പോസിബിൾ അല്ല. അതായത് ഫോർ എവറി റിയൽ നമ്പർ A നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. For every real number A, there exists inverse B is equal to 1 by A. But when A is equal to 0, 1 by A is equal to 1 by 0, which does not exist. Therefore, നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്യാം ഇതൊരു ഗ്രൂപ്പ് അല്ല. അബീലിയന്റെ കേസ് വേണമെങ്കിൽ നോക്കി നോക്കാം. കമ്മ്യൂട്ടേറ്റിവിറ്റിയുടെ കേസ് നമുക്ക് നോക്കി നോക്കാം. A star B is equal to എന്താണ്? A dot B ആണ്, which is equal to B dot A, which is equal to നിങ്ങൾക്ക് B star A എന്ന് എഴുതാം. പക്ഷെ ഇത് സാറ്റിസ്ഫൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദിസ് ഇസ് നോട്ട് എ ഗ്രൂപ്പ്. ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് എന്തായാലും അബീലിയൻ ഗ്രൂപ്പ് ആവില്ല. വൈ? ബിക്കോസ് ദ റീസൺ എന്താണ്? എല്ലാ റിയൽ നമ്പർ എക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് whenever A is equal to 0, 0 is a real number, 1 by A എന്ന് പറയുന്നത് 1 by 0 ആണ്, which does not exist. Therefore, for every real number A, we cannot find inverse. Therefore, you can conclude, എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? R dot is not a group. R dot is not a group എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. And I hope it is clear to you people. Okay. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. If G is a group, prove that for every A belongs to G, A inverse all inverse is equal to A, and AB the all inverse is equal to B inverse A inverse. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. അതായത് ഫോർ A ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു A ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് let A belongs to G.
ഫോർ എനി എ ബിലോങ്സ് ടു ജി, ഏതൊരു എലമെന്റ് ജിയിൽ നിന്ന്, ഗ്രൂപ്പ് ജിയിൽ നിന്ന് നമ്മൾ എടുത്താലും ഇൻവേഴ്സ് ഉണ്ടാവും സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും അല്ലെ. എ ടുഗെദർ വിത്ത് ഇറ്റ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആണ് നമുക്ക് കിട്ടുക അല്ലെ. വേർ ഇ ഇസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദ ഗ്രൂപ്പ് ജി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ശരിക്ക്? ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഐഡന്റിറ്റി എലമെന്റ് കിട്ടുള്ളൂ. ദെയർഫോർ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് എ എന്ന് എഴുതാം അല്ലെ. ഇവരുടെ പരസ്പരം രണ്ടുപേരും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡന്റിറ്റി കിട്ടുക. അപ്പൊ എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്, തിരിച്ച് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എ എന്നും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. വിച്ച് ഇംപ്ലൈസ് ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തൂടെ? വിച്ച് ഇസ് ഈക്വൽ ടു എ. ആൻഡ് ഫസ്റ്റ് പാർട്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ബി ദ ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് കൺസിഡർ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിറ്റി ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പറയാം എ ബിയുടെ ഇൻവേഴ്സ് ആണ് ഈ പാർട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള സംഭവത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ദി ഐഡിയ. ആൻഡ് this is equal to, this can be written like this, A into B inverse into A inverse. By which law? By the property of associativity. And ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ ഐഡന്റിറ്റി ആണല്ലോ കിട്ടുക. സോ therefore നിങ്ങൾക്ക് ഇതിനെ AE into A inverse എന്ന് എഴുതാൻ പറ്റും. Why? Because of the property of inverse, which is equal to an element operated together with identity. നിങ്ങൾക്ക് ആ എലമെന്റ് തന്നെയാണ് കിട്ടുക. സോ A inverse എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി ആണ് കിട്ടുക. സോ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. അതിന്റെ അർത്ഥം എപ്പോഴാണ് ഐഡന്റിറ്റി കിട്ടുക? എ സ്റ്റാർ എ ഇൻവേഴ്സ് വിൽ ഗിവ് യു ഐഡന്റിറ്റി. അതിന്റെ അർത്ഥം എന്താണ്? എ ബിയുടെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് എഴുതിക്കൂടെ? therefore എ ബി ദ ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. And I hope this part is also clear to you people. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Prove that a group is abelian if and only if A star B the whole inverse is equal to A inverse star B inverse. ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യണേ എന്നുള്ളത്. അപ്പൊ ഇതും അതെ, ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആദ്യം അബീലിയൻ ആണ് സപ്പോസ് ചെയ്തിട്ട് ഈ പാർട്ട് പ്രൂവ് ചെയ്യണം. അതേപോലെ തിരിച്ച് ഈ പാർട്ട് സപ്പോസ് ചെയ്തിട്ട് അബീലിയൻ ആണെന്നും പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പോലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ മാറ്റിയിട്ട് എ ബി ദ ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഓപ്പറേഷൻ ഡോട്ട് പോലെ ഇവിടെ ഓപ്പറേഷൻ സ്റ്റാർ പോലെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. സപ്പോസ് ദാറ്റ് എ ബി ദ ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. നൗ since G is a group, for every AB belongs to G, AB the whole inverse നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു, ശരിയല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? AB the whole inverse is equal to B inverse A inverse എന്നതാണ് നമ്മൾ പറഞ്ഞത്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? By using the previous questions property, AB the whole inverse can be written as B inverse A inverse.
ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഫ്രം 1 and 2, using 1 and 2, LHS ഈക്വൽ ആണ്. therefore നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? A inverse B inverse is equal to B inverse A inverse എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ ഭാഗം സപ്പോസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഇസ് അബീലിയൻ എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ A inverse B inverse is equal to B inverse A inverse വരെ കിട്ടി. ഇനി taking the inverses on both sides നമുക്ക് എന്ത് കിട്ടും? A inverse B inverse is equal to B inverse A inverse അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? A inverse the whole inverse B inverse the whole inverse is equal to B inverse the whole inverse into A inverse the whole inverse എന്ന് നമുക്ക് കിട്ടും. And what is A inverse the whole inverse? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. This is equal to A ആണ്. And using that property നമുക്ക് ഇതിനെ എന്താ എഴുതാം? AB is equal to BA എന്ന് എഴുതാൻ പറ്റും. Therefore you can conclude our group G is abelian എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോൺവേഴ്സ് ഇത്രയും പ്രയാസമില്ല, അത് എളുപ്പമാണ് കുറച്ചും കൂടി. നമുക്ക് നോക്കി നോക്കാം. Converse part ആണ്. Suppose that G is abelian. അങ്ങനെയാണെങ്കിൽ ഏതൊരു ഗ്രൂപ്പിലും AB all inverse is equal to B inverse A inverse ആണ്. ഇവിടെ എയും ബിയും ബിയും എയും ഒക്കെ ഈക്വൽ ആയതുകൊണ്ട്, G abelian ആയതുകൊണ്ട് നമുക്കിതിനെ A inverse B inverse എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് which implies AB the whole inverse is equal to A inverse B inverse എന്ന് എഴുതാനായിട്ട് പറ്റും. സോ കോൺവേഴ്സ് പാർട്ട് ഇത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു അഗെയിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 matrices of real numbers form a group under matrix multiplication. Check whether it is an abelian group or not എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2x2 matrices ആണ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിലത്തെ എൻട്രീസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് അഡീഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം ഇതൊരു ഗ്രൂപ്പ് ആണ്. ആൻഡ് ചെക്ക് ചെയ്യണം അബീലിയൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ബിഗിൻ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്ന്, ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി നോക്കാം അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് അഡീഷൻ. അതിന് വേണ്ടിയിട്ട് ലെറ്റ് A be the matrix ABCD, 2x2 matrix ആണ്. And B be the matrix EFG and H. Okay, so let A be the 2x2 matrix and B be the 2x2 matrix. So ഇതാണ് നമ്മുടെ സെറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് R raised to 2x2. അതാണ് സെറ്റ് ഓഫ് ഓൾ 2x2 റിയൽ matrices. Okay, so let AB belongs to R 2x2, അതായത് സെറ്റ് ഓഫ് ഓൾ 2x2 റിയൽ മെട്രിസസ് നിന്ന് എയും ബിയും നമ്മൾ എടുത്തു. വേർ ABCD, where the entries ABCD EFGH are all real numbers. അങ്ങനെയുള്ള എയും ബിയും നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് അഡീഷൻ എന്ന് പറയുമ്പോൾ A plus B will be equal to A plus E, അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് എൻട്രീസ് ആഡ് ചെയ്യുക. B plus F, C plus G, D plus H. And all these entries ഇപ്പോഴും റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് 2x2 മെട്രിക്സ് തന്നെയാണ് കിട്ടിയത്. Therefore this belongs to R 2x2 set of all real matrices. Therefore closure property satisfy ചെയ്യുന്നുണ്ട്. For any matrices A and B, A plus B also belongs to the same set. അപ്പോൾ closure property അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെട്രിക്സും കൂടി എടുക്കുകയാണ്, C.
which is equal to IJKL belongs to R2 cross 2. അങ്ങനെ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ we need to find or show that A plus B plus C is equal to A plus B plus C എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഇസ് A plus B? A plus B is actually A plus E, B plus F, C plus G, D plus H plus C എന്ന് പറയുമ്പോൾ IJKL and which is equal to A plus E plus I, A plus E plus I, B plus F plus J, C plus G plus K, D plus H plus L എന്ന് നമുക്ക് കിട്ടും. ആൻഡ് അതേപോലെ തന്നെ B plus C എന്ന് പറയുമ്പോൾ E plus I, F plus J, G plus K and H plus L ഇതാണ് വരിക. ആൻഡ് ഇതിൻ്റെ കൂടെ A plus B plus C എന്ന് പറയുമ്പോൾ you will have A, B, C, D plus E plus I, F plus J, G plus K and H plus L. Which is equal to A plus E plus I, B plus F plus J, C plus G plus K, D plus H plus L. നോക്കി നോക്കൂ, നമുക്ക് ഈ മെട്രിക്സും they are one and the same. Therefore associative ആണ്. A plus B plus C is equal to A plus B plus C എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. അസോസിയേറ്റിവിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഐഡന്റിറ്റി, തേർഡ് വൺ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. ലെറ്റ് O be the matrix 0 0 0 0. ഇതായിരിക്കും നമ്മുടെ അഡിറ്റീവ് ഐഡന്റിറ്റി. belongs to R2 cross 2 such that A plus 0 എന്ന് പറയുമ്പോൾ A plus O എന്ന് പറയുമ്പോൾ matrix ABCD plus 0 0 0 0 will give you A plus 0, B plus 0, C plus 0, D plus 0, which will give you ABCD and this is actually equal to A. So for every A belongs to the set of all 2 cross 2 matrices, A plus O will give you A. Therefore this is the identity matrix. And we need to prove the inverse part as well as the commutative part. So moving to the fourth one, inverse. For every matrix A is equal to A, B, C, D belongs to R2 cross 2, there exists matrix minus A is equal to minus A minus B minus C minus D such that matrix A plus minus A is equal to A, B, C, D plus minus A minus B minus C minus D, which is equal to A minus A, B minus B, C minus C, D minus D, which is equal to 0, 0, 0, 0. And this is none other than our identity matrix. So therefore, for every matrix A, you have an inverse minus A. So minus A is the inverse matrix of A.
And to check the commutativity, matrix addition is generally commutative. That is, for every matrix A plus B, A and B, A plus B is equal to B plus A. You can check that out. A plus B is equal to A, B, C, D plus E, F, G, H, which is equal to A plus E, B plus F, C plus G, and D plus H. This can be written as E plus A, F plus B, G plus C, H plus D, which is equal to E, F, G, H plus A, B, C, D, which is equal to B plus A. Therefore, R2 cross 2 under matrix addition is an abelian group എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട്. സോ ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. And next we will continue in the next session. Thank you.